ആര്യ രാജേന്ദ്രൻ എസ് എന്ന ഞാൻ CPM ആവേശത്തോടെ നടത്തിയ പരീക്ഷണമായിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. പക്ഷേ 5 വർഷത്തെ മേയർ ഭരണത്തിന് ശേഷം ആര്യയ്ക്ക് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ല. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുമെന്ന്. വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? ആര്യയുടെ ഭരണത്തോടെ ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാവിക്കൊടി പാറിയതോടെ നിയമസഭയിലേക്ക് പേര് പോലും പരിഗണിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ അങ്ങോട്ട് കൂടി. അങ്ങനെ ഒതുങ്ങിപ്പോയ മുൻ മേയറെ ഇന്നലെ പൂജപ്പുരയിലെ പൊതുയോഗ മൈതാനത്ത് കണ്ടു. സ്ഥാനാർത്ഥി വരും മുമ്പേ സ്ഥലത്തെത്തി. എനിക്കതല്ല തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു. ഉദ്ഘാടകൻ വന്നപ്പോഴേക്കും കാഴ്ചക്കാരിയായി മൈതാനത്തെ ഒരു കോണിലേക്ക് മാറി. മുന്നണിയിലെ പ്രധാന നേതാക്കളൊക്കെ വേദിയിലെത്തി. ഹലോ, കല്യാണത്തിന് പോയില്ലേ? വിളിച്ചില്ല, വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുൻ മേയർ അപ്പോഴും കസേരയിൽ പോലും ഇരിക്കാതെ ഒരു മൂലയിൽ തന്നെ. MA ബേബിയുടെ പ്രസംഗം 1.5 മണിക്കൂറും പിന്നിട്ട് തുടർന്നതോടെ നേരം ഇരുട്ടി തുടങ്ങി. മടുക്കാതെ മുൻ മേയർ അവിടെ തന്നെ നിന്നു. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഒടുവിൽ പ്രസംഗം കഴിഞ്ഞു. എല്ലാവരും ചേർന്ന് നിയമം പ്രകടന പത്രിക പുറത്തിറക്കി. അതും കാഴ്ചക്കാരിയായി നിന്ന് കണ്ട മുൻ മേയർ MA ബേബിയും ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും മുമ്പ് തന്നെ തിരികെ നടന്നു. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്? ആരും കാണാതെ. എന്തായാലും കിട്ടേണ്ടത് വെടിപ്പും വൃത്തിയായിട്ട് കിട്ടി. ആ കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായമില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. പോയിട്ട് രാവിലെ വരാം.